Good morning, students. ഇന്ന് നമ്മൾ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്ന മൊഡ്യൂള് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും സെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നു. എന്നിട്ട് ഇന്ന് തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്നാലേ എൻ്റെ ക്ലാസ്സിന് എഫക്റ്റീവ് ആവൂ. പിന്നെ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ട് മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയാവും. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വളരെ പ്രഷറിലായിരുന്നു. കാരണം കോളേജിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന മീറ്റിംഗ്സ് ആയിരുന്നു. അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. റൂസ എന്ന് പറഞ്ഞ UGCയുടെ കീഴിലുള്ള ഒരു ഏജൻസിയെക്കുറിച്ച്. കോളേജുകൾക്ക് ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്ന ഏജൻസിയാണ്. നമുക്ക് കുറേ ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റാഫ് കൗൺസിൽ കൂടി തീരുമാനം എടുത്ത സമയത്ത് ഞാനും സോജി സാറും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ കോമേഴ്സ് ബ്ലോക്ക് നിർമ്മിക്കാനാണ് ആ ഫണ്ട് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് പുതിയൊരു കെട്ടിടം മിക്കവാറും 1 വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയായി പുതിയ കെട്ടിടത്തിലേക്ക് കോമേഴ്സ് മുഴുവനോടെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കെട്ടിടം വരുന്നത് നമ്മുടെ നിലവിലുള്ള IT കോംപ്ലക്സിൻ്റെ പുറകിൽ നിന്ന് ഇപ്പോൾ ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ്. അങ്ങനെ ഒരു സ്പോട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് അത് അപ്രൂവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട മാരത്തൺ മീറ്റിംഗ്സ് ആയിരുന്നു ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇന്നലെ തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു നോട്ട്സ് അയച്ചത്. അപ്പോൾ നിങ്ങളത് എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്ന അതിൻ്റെ തിയറി പോർഷൻ ഞാൻ പറഞ്ഞിരുന്നു. I hope all of you have understood what is liquidation or the different types of liquidation and the functions of a liquidator. എന്താണ് ലിക്വിഡേഷൻ? ലിക്വിഡേഷൻ ഇസ് എ ലീഗൽ പ്രൊസീജിയർ. വീണ്ടും മുഴുവൻ ആവർത്തിക്കുന്നില്ല. We know liquidation or winding up is the legal procedure by which a company is officially, the company's life is officially put to an end. The company is officially wound up. 3 തരത്തിലുള്ള ലിക്വിഡേഷൻ ഉണ്ട്. കമ്പൽസറി വൈൻഡിങ് അപ്പ്, വൈൻഡിങ് അപ്പ് ബൈ കോർട്ട് ഉണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പ്, സ്വന്തം ഇഷ്ടപ്രകാരം ക്രെഡിറ്റേഴ്സ് ഓർ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്. ദെൻ വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ കോർട്ട് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ സാഹചര്യങ്ങൾ, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ലീഡ് ടു കമ്പൽസറി വൈൻഡിങ് അപ്പ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദെൻ ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ഓഫ് ദ ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേറ്റർ ആരാണ്? Liquidator is the person appointed by the court in the case of compulsory winding up or by the members or creditors in the case of voluntary winding up. And liquidator is the person who is responsible for looking after the affairs of the company once the liquidation process started. Liquidation procedure ആരംഭിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഉത്തരവാദപ്പെട്ട ആളാണ് ആര്? ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. അയാളുടെ പണിയാണ്, അയാളുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ടു പ്രൊട്ടക്ട് ദ അസറ്റ്സ് ടിൽ ദേ ആർ റിയലൈസ്ഡ്. അത് വിറ്റ്, കാരണം ഈ കമ്പനി ഇനി ഇല്ലാതാവുകയാണ്, കമ്പനി നിലവിലില്ല. അപ്പോൾ അസറ്റ്സ് ഒന്നും ആവശ്യമില്ല, അതൊക്കെ വിറ്റ് പണമാക്കി ലൈബിലിറ്റീസ് ഒക്കെ കൊടുത്ത് തീർക്കുക എന്നതാണല്ലോ നമ്മൾ ചെയ്യുക. ഒരു സ്ഥാപനം പൂട്ടിപ്പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക അല്ലേ? സ്ഥാപനത്തിൻ്റെ വസ്തുവകളെല്ലാം വിറ്റ് അല്ലെങ്കിൽ അത് ഒക്കെ റിയലൈസ് ചെയ്തിട്ട് കൊടുക്കാനുള്ളവരുടെ എല്ലാം കൊടുത്ത് തീർത്ത് ബാധ്യത ഒക്കെ ഒഴിവാക്കി സ്വസ്ഥമായി പോവുക ചെയ്യാം. അപ്പോൾ ഇത് അസറ്റ്സ് ഒക്കെ വിൽക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ അതുവരെ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാം. 2, ടു റിയലൈസ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അസറ്റ്സ് ഒക്കെ വിൽക്കുക, അസറ്റ്സ് ഒക്കെ കൈമാറ്റം ചെയ്ത് ക്യാഷ് ആക്കുക. 3, ടു കളക്ട് ദ മണി ഡ്യൂ ഫ്രം ദ കോൺട്രിബ്യൂട്ടറീസ്. കോൺട്രിബ്യൂട്ടറീസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും ഷെയർ ക്യാപിറ്റലിന് മുകളിൽ പണം തരാനുണ്ടെങ്കിൽ അതൊക്കെ പിരിച്ചെടുക്കുക. Then to distribute the amount realized from sale of assets and amount received from contributories in the order of preference. കമ്പനീസ് ആക്ട് 2013 പറയുന്ന അതേ ഓർഡറിൽ ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുക. അസറ്റ്സ് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് കോൺട്രിബ്യൂട്ടറീസ് ആയ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുണ്ടായിരുന്ന പണം പിരിച്ചെടുത്ത് ഉപയോഗിച്ച് ലൈബിലിറ്റീസ് ഓരോന്നോരോന്നായി ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് കൊടുത്തു തീർക്കുക. ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് നമ്മൾ പ്രത്യേകം പറയാൻ കാരണം, സാധാരണ കേസിൽ when a company goes into liquidation, its financial position may be very weak. അത്ര നല്ല സാമ്പത്തിക അവസ്ഥയിലുള്ള കമ്പനി ആയിരിക്കില്ല പോവുക. എന്ന് പറഞ്ഞാൽ അവരുടെ ലയബിലിറ്റീസ് പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഓർഡറിലാണ് ഈ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കേണ്ടത്. ദെൻ അവസാനത്തെ ടു മെയിൻറ്റെയിൻ ആൻഡ് സബ്മിറ്റ് റെക്കോർഡ് ഓഫ് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷ് ടു ദ മെമ്പേഴ്സ് ആൻഡ് ദ കോർട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്ക് സൂക്ഷിച്ച് അത് നിയമിച്ച ആൾക്ക് ആ കണക്ക് കൈമാറ്റം ചെയ്യും. ഇത്രയാണ് ലിക്വിഡേറ്ററുടെ പണി. ഇനി നമുക്ക് നോക്കാം പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ഓൺ വൈൻഡിങ് അപ്പ്. ഏത് ഓർഡറിലാണ് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഒന്നാമതായി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആരാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്? Secured creditors are those creditors whose claims are secured on specific assets. കമ്പനിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റ്സ് ഈടായിട്ട് കൊടുത്ത് നമ്മൾ എടുത്ത വായ്പ നമുക്കുണ്ടായ ക്രെഡിറ്റേഴ്സ് ആണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഉദാഹരണത്തിന് ബാങ്ക് ലോൺ ഒരു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി, ലാൻഡ് ആവാം, മറ്റെന്തെങ്കിലും ഫർണിച്ചറോ അതുപോലുള്ള റിമൂവബിൾ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ആവാം, അത് നമ്മൾ മോർഗേജ് ചെയ്യണം, ബാങ്കിനെ പണയപ്പെടുത്തണം. സോ ബാങ്ക് ഈസ് എ സെക്യൂർഡ് ക്രെഡിറ്റർ. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മിക്കവാറും സെക്യൂരിറ്റി ഉണ്ടാവും. ഇനി അഥവാ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അവരെ എല്ലാ അസറ്റ്സിനും മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ടാവും, ഒരു പേരിനൊരു ചാർജ് ഉണ്ടാവും. സോ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ് ആദ്യം പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അവർക്ക് എന്തിലേ പേയ്മെൻറ്റ് അവകാശമുള്ളൂ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. സപ്പോസ് ബാങ്കിന് 10 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു, ഒരു നമ്മുടെ ബിൽഡിംഗ് ബാങ്കിന് പണയപ്പെടുത്തി എന്ന് വിചാരിക്കുക. മറ്റെല്ലാം കുറേ അസറ്റ്സ് ഉണ്ട്, ഏറ്റവും വലിയ നല്ല അസറ്റായ ബിൽഡിംഗ് ആണ് ബാങ്കിന് പണയപ്പെടുത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ വായ്പ എടുത്തു, ഈ കമ്പനി പൂട്ടിപ്പോവാണ്. അപ്പോൾ ആദ്യം എന്ത് വേണം? ബാങ്കിന് കൊടുക്കാനുള്ള 10 ലക്ഷം കൊടുക്കണം. എങ്ങനെ? ഈ ബിൽഡിംഗ് വിറ്റിട്ട്. ഈ ബിൽഡിംഗ്, കാരണം ബാങ്കിന് മറ്റൊന്നിനും അവകാശമില്ല, സ്പെസിഫിക് അസറ്റ് ബിൽഡിങ്ങിനാണ് ബാങ്കിന് ക്ലെയിം ഉള്ളത്. ആ ബിൽഡിംഗ് വിറ്റ് പണം കൊടുത്തേക്കാം. സപ്പോസ് 8 ലക്ഷം രൂപയാണ് ആ ബിൽഡിംഗ് വിറ്റിട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. 8 ലക്ഷം രൂപയാണ്. അപ്പോൾ ബാങ്കിന് എത്രയും കൊടുക്കാൻ പറ്റൂ? 10 ലക്ഷം കൊടുക്കാനുണ്ട്, 8 ലക്ഷം കൊടുത്തു. ബാക്കി 2 ലക്ഷം രൂപയോ? ബാക്കി 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം. പക്ഷെ ഇപ്പോഴല്ല, അൺസെക്യൂർഡ് ആയ മറ്റ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന കൂട്ടത്തിലേ ഇനി 2 ലക്ഷം കൊടുക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, ഇത് പ്രോബ്ലം ചെയ്യാൻ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. വി ആർ ഡിസ്കസിങ് ദ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് ബൈ ദ ലിക്വിഡേറ്റർ ഓഫ് ദ അസറ്റ്സ് ആർ റിയലൈസ്ഡ്. അസറ്റ്സ് വിറ്റ് പെറുക്കി കോൺട്രിബ്യൂട്ടറീസിന് കിട്ടാവുന്നതെല്ലാം പിരിച്ചെടുത്തതിന് ശേഷം ലിക്വിഡേറ്റർ ലയബിലിറ്റീസിന് കൊടുത്ത് തീർക്കുന്ന ഓർഡറാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായി കൊടുക്കുന്ന സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ബാങ്കിൽ നിന്ന് 10 ലക്ഷം നമ്മൾ വായ്പ എടുത്ത് 10 ലക്ഷം കൊടുക്കാനുണ്ട്. അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്ത ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത് ആ ബിൽഡിംഗ് വിറ്റ് ബാങ്കിന് പണം കൊടുക്കുക എന്നതാണ്. സപ്പോസ് ബിൽഡിംഗ് വിറ്റ് 10 ലക്ഷം രൂപ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ബാങ്കിൻ്റെ ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി. നമുക്ക് പൂർണ്ണമായി ഇങ്ങോട്ടും ഒന്നുമില്ല അങ്ങോട്ടും ഒന്നും കൊടുക്കാനില്ല. ഒരു കേസ്. രണ്ടാമത്തെ കേസ് ഞാൻ ആദ്യം പറഞ്ഞ് 10 ലക്ഷം രൂപ ബാങ്കിന് കൊടുക്കാനുണ്ട്, പക്ഷെ ബിൽഡിംഗ് വിറ്റപ്പോൾ നമുക്ക് എത്രയേ കിട്ടിയുള്ളൂ? 8 ലക്ഷമേ കിട്ടിയുള്ളൂ. ആ 8 ലക്ഷം ബാങ്കിന് കൊടുക്കുക. പിന്നെ 2 ലക്ഷം കൂടി കൊടുക്കാനുണ്ടല്ലോ. ആ 2 ലക്ഷം രൂപ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ കൊടുക്കും. അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ കേസ് ചിന്തിക്കാം. 10 ലക്ഷം രൂപ ബാങ്കിന് കൊടുക്കാറുണ്ട്, ബിൽഡിംഗ് ആണ് സെക്യൂരിറ്റി ആയി കൊടുത്തത്. ആ ബിൽഡിംഗ് വിറ്റപ്പോൾ അതിന് 12 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. 12 ബാങ്കിന് എത്രയേ കൊടുക്കാനുള്ളൂ? 10 ലക്ഷം. ബാക്കി 2 ലക്ഷം ഈ കമ്പനിക്ക് എടുക്കാം, ഈ ലിക്വിഡേറ്റർക്ക് എടുക്കാം. അതുപയോഗിച്ച് മറ്റ് പേയ്മെൻറ്റ്സ് നടത്താതെ ചെയ്യാം. ക്ലിയർ ആണോ? അതാണ്. ദേ മേ ദെംസെൽസ് റിയലൈസ് ദ സെക്യൂരിറ്റി ഓർ റിലിംഗ്വിഷ് ദ സെക്യൂരിറ്റി ആൻഡ് പ്രൂവ് ദ ഡെറ്റ്. ഒന്നുകിൽ ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവർക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റി സ്വന്തം നിലയ്ക്ക് വിൽക്കാം, അല്ലെങ്കിൽ ലിക്വിഡേറ്റർ വിറ്റിട്ട് കൊടുക്കും. ഇൻ കേസ് ക്രെഡിറ്റേഴ്സ് ഡിസൈഡ് ടു റിയലൈസ് ദ സെക്യൂരിറ്റി, സർപ്ലസ് ഇഫ് എനി വിൽ ബി ഹാൻഡിൽ ഓവർ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 12 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ 10 ലക്ഷം എടുത്തിട്ട് ബാക്കി 2 ലക്ഷം ലിക്വിഡേറ്റർ കൊടുക്കണം. ഓൺ ദ അതർ ഹാൻഡ് ഡെഫിസിറ്റ് ബാലൻസ് 8 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ ബാക്കിയുള്ളത് വിൽ ബി ട്രീറ്റഡ് ആസ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഒന്നാമതായി കൊടുക്കേണ്ടത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാണ്. ഇനി സെക്കൻഡ് വൺ ആരാണ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. Preferential creditors are actually part of unsecured creditors, but they have some priority for payment over other unsecured creditors. സാധാരണ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാത്ത ആൾക്കാർ തന്നെയാണ് ഇവരും. സെക്യൂരിറ്റി ഒന്നും ഓഫർ ചെയ്തിട്ടില്ല, അവർക്ക് പണം നമ്മൾ കൊടുക്കാനുണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, നമ്മൾ പണം കൊടുക്കാനുള്ള ആളുകളാണ്. ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ പണം കൊടുക്കാനുണ്ട്, പക്ഷേ സെക്യൂരിറ്റി ഒന്നും ഓഫർ ചെയ്തിട്ടില്ല. എന്നാൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനേക്കാൾ ഒരു പടി മുന്നിലാണ് താനും ഇവർ. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനേക്കാൾ ഒരു പടി മുന്നിൽ പേയ്മെൻറ്റ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ് ഉടനെ അടുത്ത പേയ്മെൻറ്റ് കൊടുക്കുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സാണ്. അതാരൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെൻറ്, അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, ലോക്കൽ അതോറിറ്റി ആവാം. ഇവർക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ കുടിശ്ശികയായിട്ടുള്ള എല്ലാ ടാക്സസ്, സെസസ് ആൻഡ് റേറ്റ്സ്, എല്ലാത്തരം പേയ്മെൻറ്റ്സ് ഡ്യൂ ടു ദ ഗവൺമെൻറ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററാണ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്താൽ പിന്നെ അവരുടേത് കൊടുത്തോണം. 2, ഓൾ വേജസ്, സാലറീസ് ആൻഡ് അതർ പേയ്മെൻറ്റ്സ് ടു എംപ്ലോയീസ്. തൊഴിലാളികൾക്ക് അവരെ പണിയെടുപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ ബാക്കിയുള്ള വേജസ്, സാലറീസ്, മറ്റ് തരത്തിലുള്ള പേയ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? പ്രിഫറൻഷ്യൽ പേയ്മെൻറ്റ്സ് ആണ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കഴിഞ്ഞ് അവർക്ക് കൊടുക്കണം. 3, ഡിബഞ്ചേഴ്സ് നോട്ട് സെക്യൂർഡ് അഗെയിൻസ്റ്റ് എ സ്പെസിഫിക് അസറ്റ്. സാധാരണഗതിയിൽ ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു അസറ്റ് അവർക്ക് സെക്യൂരിറ്റി ആയി ഓഫർ ചെയ്തിട്ടുണ്ടാവും. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ
അവരെ മൊത്തത്തിലുള്ള അസറ്റ്സ് അവർക്കൊരു ഫ്ലോട്ടിംഗ് ചാർജ്, ഒരു ചെറിയ അവകാശമാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ് ഡിബഞ്ചേഴ്സ് എങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത്, പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത്, പിന്നെ ഉള്ളതാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുക. When debentures are not secured on a specific asset, these may be treated as secured on floating charge. These must be paid after making payment to preferential creditors. കൊടുക്കണം. അവിടെ അരിയർ ഇൻട്രസ്റ്റ് പലിശ ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സാധാരണ ക്രെഡിറ്റേഴ്സ് സെക്യൂരിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, എന്നാൽ നമ്മൾ പണം കൊടുക്കാനുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കുക. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടെങ്കിൽ ഇവർക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് അവർ കൊടുത്ത എമൗണ്ട് എല്ലാം തിരിച്ചു കൊടുത്തു, എന്നിട്ടും സർപ്ലസ് ആണെങ്കിൽ ആ സർപ്ലസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഹോൾഡിംഗ്. നിലവിലുള്ള അവരുടെ ഷെയർസ് എത്രയാണോ അതിന് ആനുപാതികമായി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൂടി ആ സർപ്ലസ് വീതിച്ചു കൊടുക്കും. ഇത്രയാണ്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ളൊരു ഭാഗമാണ് ഈ ഞാൻ പറയാം ഒരിക്കൽ അതായത് ഒരിക്കൽ കൂടിയല്ല, ആദ്യമായി ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിൽ 3 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെ 3 തരം അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിലാദ്യത്തേതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, രണ്ടാമത്തേത് ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, 3 ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. ഇത് 3 എന്തൊക്കെയാണ് ഞാൻ വളരെ ലേമൻസ് ലാംഗ്വേജിൽ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന രീതിയിൽ വിശദീകരിച്ചതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് ആരംഭിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിക്വിഡേറ്റർ എന്ന ആൾ, അയാളാണ് ഇനി കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ലിക്വിഡേറ്ററുടെയാണ്. പക്ഷേ ദിസ് ലിക്വിഡേറ്റർ ഈസ് എ കംപ്ലീറ്റ് ഔട്ട്സൈഡർ ടു ദ കമ്പനി. നിലവിൽ കമ്പനിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പുതിയ ആളാണ് ലിക്വിഡേറ്ററായി വരുന്നത്. അപ്പോൾ അയാൾക്ക് കമ്പനിയെ പറ്റിയുള്ള ധാരണ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യണം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ലിക്വിഡേഷൻ പ്രോസസ്സ്. ഇതിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിക്വിഡേറ്റർക്ക് കമ്പനിയുടെ ആകെക്കൂടിയുള്ള സാമ്പത്തിക സ്ഥിതിയെ വെളിവാക്കുന്ന ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ലിക്വിഡേഷൻ പ്രോസസ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതിനൊരു പ്രിസ്ക്രൈബ് ഫോമായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമുണ്ട്, അത് പ്രകാരമാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. Statement of affairs is prepared by the board of directors at the beginning of the liquidation process. It shows the company's state of affairs on the date a liquidator is appointed or the court makes the order for winding up. Its purpose is to indicate the amounts that the directors expected to realize from the sale of assets, payments to be made to creditors and shareholders, and the estimated amount of deficiency surplus. ഇപ്പോൾ ലിക്വിഡേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്ന സമയത്ത് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ലിക്വിഡേറ്റർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? കമ്പനിയുടെ കൈവശമുള്ള അസറ്റ്സ് വിറ്റാൽ എത്ര കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് ദ അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂ അല്ല, ബാലൻസ് ഷീറ്റ് എഴുതി വെച്ചിരിക്കുന്ന ഫിഗർ അല്ല, മറിച്ച് അസറ്റ് വിറ്റാൽ എത്ര രൂപ ന്യായമായി പ്രതീക്ഷിക്കാം, എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് ദ അസറ്റ്സ് എത്രയാണ്, പിന്നെ എത്ര ആൾക്ക് എത്രയൊക്കെ എമൗണ്ട് കൊടുക്കാറുണ്ട്, പേയ്മെൻറ്റ്സ് ടു ബി മെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര ഡെഫിസിറ്റ് ഉണ്ടാവും, കുറവുണ്ടാവും, അല്ലെങ്കിൽ എത്ര കൂടുതൽ സർപ്ലസ് ഉണ്ടാവും, ഇതൊക്കെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ്സ് പർപ്പസ് ഇസ് ടു ഗിവ് ദ ലിക്വിഡേറ്റർ റഫ് ഐഡിയ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. ഇറ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ആൻഡ് സബ്മിറ്റഡ് ടു ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ വിത്തിൻ 21 days of the court order. It must be prepared in the prescribed form. ശ്രദ്ധിക്കുക, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം പറയാം, ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് വരെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കിയ സിമ്പിളാണ്. കുറേ കാര്യങ്ങൾ ഇത് ഓർത്തിരിക്കാനുണ്ട്, മറ്റൊരു ഓപ്ഷനൊന്നും ഇല്ല. ഇത് ഓർത്തിരിക്കുക, പഠിക്കുക, കാണാതെ പഠിക്കുക, എന്നിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാം. പക്ഷെ ആദ്യം കുറച്ചൊരു കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നോക്കിയോ, ഒരു പ്രോബ്ലം ചെയ്യുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഫോമ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 2 കോളം, ഒരു പർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളവും മതി. അതിലാദ്യമായി ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമേ അസറ്റ്സ് വിറ്റാൽ എത്ര കിട്ടുമെന്ന് ഉള്ള ഒരു ഏകദേശ ധാരണ രൂപപ്പെടുത്തണം.
എന്നിട്ട് ഓരോ ക്രെഡിറ്റേഴ്സിനും കൊടുക്കാനുള്ളത് കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്ത് അവസാനം എത്രയാണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അതിലെത്തണം. അതാണ് സർപ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ആദ്യത്തെ നോക്കുക, ഇത് ഈ പ്രൊഫോമയിൽ തന്നെ തയ്യാറാക്കണം. അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ. ലിസ്റ്റ് എ അതൊരു ഒരു കമ്പനീസ് ആക്ട് പ്രകാരം ലിസ്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡേഷനിലെ ലിസ്റ്റ് എ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സെക്യൂരിറ്റി ആയി കൊടുത്ത അസറ്റിന് ഇനി കമ്പനിക്ക് അവകാശമുണ്ടോ? ഇല്ല. അത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവരത് വിറ്റ് പണമാക്കി. കുറവാണ് നമ്മൾ ഇനി അവരെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആയി കൊടുക്കണം, കൂടുതലാണ് അവർ നമുക്ക് തരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സെക്യൂരിറ്റി ആയി കൊടുത്ത അസറ്റ് കമ്പനിക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഒഴികെയുള്ള അസറ്റ്സിൻ്റെ വിവരമാണ് ഇവിടെ ആദ്യത്തെ ലിസ്റ്റ് എയിൽ കൊടുക്കേണ്ടത്. അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പണയപ്പെടുത്തിയിട്ടില്ലാത്ത അസറ്റ്സ് 1 by 1 എഴുതണം. എമൗണ്ട് കോളത്ത് നോക്കി, എമൗണ്ട് എന്നല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, ERV എന്നാണ്. ERV എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാലോ ദ എമൗണ്ട് ദാറ്റ് ദ ഡയറക്ടേഴ്സ് എക്സ്പെക്ട് ടു റിയലൈസ് ഫ്രം ദ അസറ്റ്സ്. അസറ്റ് വിറ്റാൽ ഇപ്പോൾ എത്ര കിട്ടും? സപ്പോസ് നമ്മൾ നമ്മുടെ ഭൂമിക്ക് ബിൽഡിങ്ങിന് 10 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കുക, ബാലൻസ് ഷീറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് 10 ലക്ഷമാണ് അതിൻ്റെ മൂല്യം. അത് വിറ്റാൽ ചിലപ്പോൾ 5 ലക്ഷം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് എത്രയാണ്? ഈ കോളത്തിൽ 5 ലക്ഷം രൂപ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ മാത്രം. അങ്ങനെ ഒരിക്കൽ കൂടി പറയാം, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സെക്യൂരിറ്റിയായി ഓഫർ ചെയ്യാത്ത അസറ്റ്സ് ഒക്കെ 1 by 1 ആയിട്ട് എഴുതി വെക്കുക. ലിസ്റ്റ് എ. ആദ്യത്തെ ബാലൻസ് അറ്റ് ബാങ്ക്, അതിന് വ്യത്യാസമൊന്നും വരില്ല. എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്ത് കുറവ് വരാനാണ്? ബാലൻസ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മൾ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ബിൽസ് റിസീവബിൾ അസറ്റ്സ് ആണ്. ട്രേഡ് ഡെറ്റേഴ്സ്, അൺട്രേഡ് ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഫിക്സ്ഡ് അസറ്റ്സ് ഐറ്റം വൈസ്. എന്തൊക്കെ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടോ അതൊക്കെ ഐറ്റം വൈസ്. മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ്, ലൂസ് ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ ഇവിടെ നമ്മൾ ഐറ്റം വൈസ് കൊടുക്കുക. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെക്യൂരിറ്റിയായി ഓഫർ ചെയ്ത അസറ്റ്സ് ഒരു കാരണവശാലും ഇവിടെ വരാൻ പാടില്ല. നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആണ് ഇവിടെ എഴുതുന്നത്. അത് നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചു. ഇവിടെ നമ്മളത് ടോട്ടൽ ചെയ്ത് വെച്ചു. ഇനി അടുത്തത് അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി ആണ്. അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് ബി. ഇപ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സെക്യൂരിറ്റി ഓഫർ ചെയ്ത അസറ്റ്സിൻ്റെ വിവരമാണ് ഷെഡ്യൂൾ ബിയിൽ കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പ്ലെഡ്ജ്ഡ് അസറ്റ്സ് പ്ലെഡ്ജ്ഡ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് എയുടെ ടോട്ടൽ ഫിഗർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്യാണ്. അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ഇത് പ്രകാരം പിന്നെ 4 എമൗണ്ട് കോളംസ് ഈ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ നമ്മൾ വരയ്ക്കണം. ചുമ്മാ ഇത്രേ ആവശ്യമുള്ളൂ. ഒരു അസറ്റ് 1 or 2 അസറ്റൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചുമ്മാ ഈ 4 ഹെഡിങ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ കാണിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ ഓരോരോ അസറ്റ് നമ്മളിവിടെ കാണിക്കണം. ആ അസറ്റിൻ്റെ അതായത് സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്ത അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എത്ര, ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്രയാണ് അവർക്ക് കൊടുക്കാനുള്ളത്, ഡെഫിഷ്യൻസി റാങ്കിങ് ആസ് അൺസെക്യൂർഡ് ഇവിടെ, സർപ്ലസ് ക്യാരി ടു ലാസ്റ്റ് കോളം ഇവിടെ. എന്നിട്ട് അതാണ് ഇങ്ങോട്ട് നമ്മൾ എടുത്തെഴുതുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ ഒരു ബാങ്ക് ലോൺ എടുത്തു, എന്നിട്ട് അതിന് ബിൽഡിങ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ഓഫർ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഈ അസറ്റ്സ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? ബിൽഡിങ്സ് ആണല്ലോ. ഇതിവിടെ ഇതെന്താണ്? അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആണ്. പ്രത്യേകമായി പണയപ്പെടുത്തിയ അസറ്റ്സ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അസറ്റ് എന്ന് ഉദ്ദേശിക്കുക ബിൽഡിംഗ്. അതിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ, ഉദാഹരണത്തിന് ആ ബിൽഡിംഗ് വിറ്റാൽ 10 ലക്ഷം രൂപയാണ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ 10 ലക്ഷം രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? 10 ലക്ഷം രൂപ. ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്രയാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ളത്? ബാങ്കിന് കൊടുക്കാനുള്ളത് എത്രയാണ്? സപ്പോസ് ബാങ്കിന് 10 ലക്ഷം രൂപ തന്നെയാണ് കൊടുക്കാനുള്ളത്. അസറ്റ് ERV ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ 10 ആണ്, ബാങ്കിന് കൊടുക്കാനുള്ളതും 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിഷ്യൻസി ഇവിടെയും നില്ലാണ്, സർപ്ലസും നില്ലാണ്, ഇങ്ങോട്ടൊന്നും എടുത്തെഴുതാനും ഇല്ല. ക്ലിയർ ആണോ? ഇനി എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ഒരു 8 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ 8 ലക്ഷമാണ്. ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ബാങ്കിന് കൊടുക്കാനുള്ളത് 10 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെഫിഷ്യൻസി ആണോ സർപ്ലസ് ആണോ വരിക?
ശ്രദ്ധിക്കുക, 8 ലക്ഷമാണ് നമുക്ക് പ്രോപ്പർട്ടി റിലൈസ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. 10 ലക്ഷം കൊടുക്കാനുണ്ട് ബാങ്കിന്. എന്താ വരിക? ഡെഫിഷ്യൻസി. അപ്പം ഇവിടെ 2 ലക്ഷം എഴുതുക, ഇവിടെ ഒന്നും എഴുതാനില്ല. ഈ സർപ്ലസ് ആണ് ഇങ്ങോട്ട് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ? ഇവിടെ എഴുതി വെച്ച ലിസ്റ്റ് എയിൽ എന്താണ്? നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാത്ത അസറ്റ്സ് വിറ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന തുകയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനോടുകൂടി കൂട്ടാൻ പറ്റില്ലേ? ഇവരുടെ കിട്ടുന്ന സർപ്ലസും കൂട്ടാൻ പറ്റില്ലേ? അതല്ലേ മൊത്തം കയ്യിലുള്ളതെന്ന് പറയാം. മൊത്തം ലിക്വിഡേറ്ററുടെ കയ്യിലുള്ള തുക അതായിരിക്കും. അപ്പം അതിങ്ങോട്ട് എടുക്കാം. ഇവിടെ പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ കേസിലും സർപ്ലസ് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും എമൗണ്ട് എഴുതാനില്ല. ഇനി മൂന്നാമത്തെ കേസ് വിചാരിക്കുക. എക്സാമ്പിൾ, ബിൽഡിംഗ്, അതിൻ്റെ എസ്റ്റിമേറ്റ് റിലൈസബിൾ 10 ലക്ഷമാണ്. 10 ലക്ഷമാണ്. ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ബാങ്കിന് കൊടുക്കാൻ ഒരു 8 ലക്ഷമേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയത് മക്കളെ. ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞത് എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ 10 ലക്ഷം, ഡ്യൂ ടു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ബാങ്കിന് കൊടുക്കാനൊന്നും 10 ലക്ഷം. ഈ രണ്ട് കോളത്തിൽ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത് എസ്റ്റിമേറ്റ് റിയലൈസബിൾ വാല്യൂ 10 ലക്ഷം, ബാങ്കിന് കൊടുക്കാനുള്ളത് 12 ലക്ഷം. ഇപ്പം കുറവല്ലേ വന്നത്? ആകെ 10 ഉള്ളൂ, 12 കൊടുക്കാനില്ല. കുറവാണ്. ഡെഫിഷ്യൻസി ഇവിടെ എഴുതുക, 2 ലക്ഷം. ഇവിടെ ഒന്നും എഴുതാനില്ല, ഇവിടെയും ഒന്നും എഴുതാനില്ല. മൂന്നാമത്തെ കേസ്, എസ്റ്റിമേറ്റ് റിയലൈസബിൾ 10 ലക്ഷം തന്നെ, ബാങ്കിന് കൊടുക്കാൻ 8 ലക്ഷമുള്ളെന്ന് വിചാരിക്കും. 8 ലക്ഷമേ ബാങ്കിന് കൊടുക്കാനുള്ളൂ. അപ്പോൾ എന്താണ്? 10 കിട്ടി, 8 കൊടുത്താൽ മതി. ഡെഫിഷ്യൻസി ഉണ്ടോ? ഇല്ല. ഇവിടെ നിൽ. സർപ്ലസ് ഉണ്ടോ? ഉണ്ട്. 2 ലക്ഷം രൂപ ഇവിടെ സർപ്ലസ്. ഇപ്പം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത് തീർത്തതിന് ശേഷം അവർക്ക് കൊടുത്ത സെക്യൂരിറ്റി ആയ ബിൽഡിങ്ങിൽ നിന്നും നമുക്ക് 2 ലക്ഷം രൂപ അധികം കിട്ടി. ആ അധികമാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത്. ഇത് അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് പോലെ ആയില്ലേ? സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന തുക പോലെ ആയില്ലേ ഇത്? കാരണം നമ്മൾ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർത്തു. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർത്തു. എന്നിട്ട് ബാക്കിയുള്ള 2 ലക്ഷം രൂപയാണ് നമ്മളിവിടെ എഴുതിയത്. അത് ഈ അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എയുടെ ടോട്ടൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ചേർക്കുക. പിന്നെ നേരെ എഴുതി എസ്റ്റിമേറ്റഡ് സർപ്ലസ് ഫ്രം അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ്. അതിപ്പോൾ നമ്മളിവിടെ കൂട്ടി എഴുതി. അത് കൂട്ടി എഴുതിയതാണ് ഈ താഴത്തെ ഫിഗർ. ഏതൊക്കെ? അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആസ് പെർ ലിസ്റ്റ് എ, നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റിയതിൻ്റെ തുകയും, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സർപ്ലസ് കൂടെ കൂട്ടി എഴുതിയതാണ് ഈ ഫിഗർ. അതിന് നേരെ എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കുക. എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതുവരെ കൊണ്ട് ഈ ഒരു കോളമില്ലേ, പെർട്ടിക്കുലേഴ്സ് കോളത്തിലെ ഈ ഒരു ഏരിയയില്ലേ, ആസ് പെർ ലിസ്റ്റ് ബി, ഈ ഭാഗത്ത് നമ്മളിപ്പോൾ എന്താ ശരിക്കും ചെയ്തത്? ഈ ഭാഗത്ത് ചെയ്തത് എന്താ? സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനെ കൊടുത്തൊഴിവാക്കി അല്ലേ? സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ചിലപ്പോൾ അവർക്ക് ഡെഫിഷ്യൻസി ആയിരിക്കും, അത് അൺസെക്യൂർഡ് ആയിട്ട് പരിഗണിക്കും. അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോർഷനിലേ വരൂ. അല്ലെങ്കിൽ അവർക്ക് മുഴുവൻ കൊടുത്തു, സർപ്ലസ് നമുക്ക് കിട്ടി. എന്തായാലും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ നടത്തി കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള തുകയാണിത്. നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആയ അസറ്റ്സും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ശേഷം കൊടുത്തതിന് ശേഷമുള്ള സർപ്ലസും കൂടെ കൂട്ടിയുള്ള ബാക്കി. അതിൻ്റെ പേര് അല്ലെ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ ഫോർ. ഇനി ആർക്കൊക്കെ കൊടുക്കാറുണ്ട്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അവർ സെക്യൂർഡ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പിന്നെ ക്യാപിറ്റൽ നമ്മളിവിടെ എഴുതുന്നില്ല. അതൊരു പിന്നെ ഔട്ട്സൈഡ് ലയബിലിറ്റി അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ബാക്കിയാണ് ഈ തുക. ക്ലിയർ ആണോ? ഇനി പ്രൊഫോമയിൽ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതിന് വലിയ റെലവൻസ് ഇല്ല, അതുകൊണ്ടാണ് ഈ എമൗണ്ട് കോളത്തിൽ വരാത്തത്. സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സിൻ്റെ സമ്മറി ആയിട്ട് നമ്മളിവിടെ എഴുതുന്നു. ഗ്രോസ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ്, അതായത് ഈ എമൗണ്ട് പ്ലെഡ്ജ് ചെയ്ത, വായിച്ചു നോക്കുക. ഗ്രോസ് റിയലൈസബിൾ വാല്യൂ ഓഫ് അസറ്റ്സ് സ്പെഷ്യലി പ്ലെഡ്ജ് ചെയ്ത സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത അസറ്റ്സിൻ്റെ റിയലൈസബിൾ വാല്യൂ, അതാണിത്. ദിസ് എമൗണ്ട് സർപ്ലസ് അല്ല, റിയലൈസബിൾ വാല്യൂ ഇവിടെ എഴുതുക. ദെൻ അതർ അസറ്റ്സ്. ഈ അതർ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ലിസ്റ്റ് എയിൽ തന്ന നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള അസറ്റ്സിൻ്റെ മൊത്തം റിയലൈസബിൾ വാല്യൂ. അപ്പോൾ ഇത് കൂട്ടിയാൽ നമുക്ക് ഗ്രോസ് അസറ്റ്സ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് അവിടെ എഴുതി വെക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ട, ആ ഫിഗർ വേണ്ട, അതുകൊണ്ടാണ് അത് ഔട്ട്സൈഡ് എമൗണ്ട് കോളത്തിൽ വരാത്തത്. ഇനി കണ്ടിന്യൂ ചെയ്യാണ്. ഇത്രയും ഭാഗത്ത് നമ്മൾ കണ്ടു. പിന്നെ 2 കോളംസേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പെർട്ടിക്കുലേഴ്സ് കോളവും ഒരു എമൗണ്ട് കോളവും. ഇനി ഇതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നീട് ഒരു കോളവും കൂടി ലെഫ്റ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിന് ആഡ് ചെയ്യണം.
അപ്പോൾ 3 കോളംസ് ഉണ്ടാവും ഇനി മുതൽ. ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇത് വേർഡ് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് വന്നു എന്ന് മാത്രം. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ കൊടുക്കണം. കണ്ടിന്യൂ ചെയ്തിട്ട് ആ അത്രയും വരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം വരെ 2 കോളമായിട്ട്, പിന്നീട് അതേ തുടർച്ചയായിട്ട് നീട്ടി വരയ്ക്കുക. ഇപ്പുറത്ത് ഒരു കോളം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 എമൗണ്ട് കോളംസ് ഉണ്ട്, ഐദർ സൈഡ്സ് ഉണ്ടാവും. നടുക്കൊരു വലിയ പെർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാവും. ഈ ഇടതുവശത്തെ കോളം, വലതുവശത്തെ കോളമാണ് ശരിക്കും നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്ന കോളം. ഇതാണ് യഥാർത്ഥത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളം. വലതുവശത്തെ എസ്റ്റിമേറ്റ് റിയലൈസ് എന്നുള്ള കോളം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഗ്രോസ് ലയബിലിറ്റീസ് എന്നൊരു കോളം നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് എന്തിനാണ്? നമ്മൾ എത്ര ലയബിലിറ്റീസ് കൊടുക്കുന്നുണ്ടെന്ന് ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കോളംസ് എഴുതി വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ, എന്നാലേ മനസ്സിലാവൂ. അപ്പോൾ ആദ്യം ഇവിടെ വരെ മനസ്സിലായല്ലോ. ആദ്യം ഞാൻ പറഞ്ഞത് വരെ ക്ലിയർ ആണല്ലോ. സമ്മറി ഓഫ് ഗ്രോസ് അസറ്റ്സ് നമ്മൾ എഴുതി വെച്ചു. ഇനി secured creditors to the extent to which claims are estimated to be covered by assets specially pledged. അതായത് നമ്മൾ അവർക്ക് കൊടുത്ത സെക്യൂരിറ്റി ആയി കൊടുത്ത അസറ്റ്സിൽ നിന്നും അവരുടെ ക്ലെയിംസ് നമ്മൾ എത്ര സാറ്റിസ്ഫൈ ചെയ്തു, അത് ഇവിടെ ഈ കോളത്തിൽ മാത്രം എഴുതുക, ഈ കോളത്തിൽ എഴുതരുത്. ശ്രദ്ധിക്കുക, ഈ കോളത്തിൽ എഴുതരുത്. കാരണം എന്താ? ഈ കോളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കൊടുക്കാനുള്ളവരുടെ കൊടുത്ത് തീർക്കുന്ന കാര്യങ്ങളാണ്. റൈറ്റ് സൈഡിലെ എമൗണ്ട് കോളം, ഏറ്റവും പ്രധാനപ്പെട്ട എമൗണ്ട് കോളത്തിൽ നമ്മൾ ഇനി എഴുതേണ്ടത് കൊടുത്ത് തീർക്കാനുള്ളവരുടെ എമൗണ്ടാണ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഞാൻ പറഞ്ഞു, ലിസ്റ്റ് ബി എന്ന് പറയുന്ന പെർട്ടിക്കുലേഴ്സ് കോളത്തിനുള്ളിൽ തന്നെ നമ്മളൊരു എമൗണ്ട്സ് ഒക്കെ എഴുതി അവിടെ തന്നെ അവരുടെ ക്ലെയിം കൊടുത്തു. അത് ഇനി ഈ ലൈബിലിറ്റീസ് മൊത്തം നമ്മൾ എത്ര കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ എഴുതി വെച്ചാൽ മതി ലെഫ്റ്റ് സൈഡിൽ. ഇത് ഓൾറെഡി പെയ്ഡ് ആണ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് അവരുടെ ക്ലെയിംസ് മുഴുവൻ സെറ്റിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ മുഴുവൻ, അല്ലെങ്കിൽ എത്ര സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അത്ര. ക്ലിയർ? മുഴുവൻ സെറ്റിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് മുഴുവൻ, എത്ര സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അത്രയും. അത് നമ്മൾ ലയബിലിറ്റീസ് കോളത്തിൽ മാത്രം എഴുതുന്നു, ഇവിടെ എഴുതുന്നില്ല. ഇവിടെ എഴുതാത്തൊരു കാരണം എന്താ? അത് നമ്മൾ ഓൾറെഡി പെയ്ഡ് ആണ്, ഇനി കൊടുക്കാനില്ല. അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. ലയബിലിറ്റീസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ലെഫ്റ്റ് സൈഡിൽ എഴുതി വയ്ക്കുന്നു. അപ്പോൾ അവരുടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞു. ഇനി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത് ആരാണ്? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ആരൊക്കെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്? ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സ്, അതേപോലെ പിന്നെ ആർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്? എംപ്ലോയീസിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതണം, താഴെ എഴുതണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് പെർ ലിസ്റ്റ് സി ആണ്. ലിസ്റ്റ് സി അത് ഇവിടെ എഴുതി കൊടുക്കാനുള്ളതാണല്ലോ. ഇവിടെ എഴുതി, ഇവിടെയും എഴുതി. ഇത് എനിക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഇത് ഈ എമൗണ്ട് ഇതാണ്. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നേരെയുള്ള എമൗണ്ടാണ് ഇത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതി. കാരണം എന്തിനാണ് ഇവിടെ എഴുതിയത്? അത് നമ്മൾ കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചു. ഏത് നമ്മൾ മൊത്തം നമ്മുടെ കയ്യിലുള്ള അസറ്റ്, നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ എമൗണ്ട് എന്താ മുകളിലേക്ക് നിങ്ങൾക്ക് നോട്ടിൽ എഴുതിയിട്ട് വേണം നിങ്ങളിത് നോക്കാൻ. നോട്ടിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി വെച്ചു. അതിൻ്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത അസറ്റ്സിന് സർപ്ലസ് ഉള്ളത് നമ്മൾ എഴുതി വെച്ചു. അതാണ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് ടോട്ടൽ അസറ്റ്സ് അവൈലബിൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ആദ്യമായി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള തുകയാണിത്. അപ്പോൾ ഈ ബാക്കിയുള്ള തുകയ്ക്ക് നേരെ ഞാൻ എഴുതിയിരിക്കുന്ന നോക്കി എന്താണെന്ന്? എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ഫോർ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് തീർന്നു. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനുള്ള തുകയാണിത്. കേട്ടോ? ഇതാണ്. അപ്പോൾ അതാണ് എഴുതി വെച്ചു. ഇനി ആർക്കാണ് കൊടുക്കണ്ടേ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആസ് പെർ ലിസ്റ്റ്. ഞാൻ പറഞ്ഞ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആസ് പെർ ലിസ്റ്റ് ഡി. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനത് ഇവിടെ കാണിക്കണം. ലയബിലിറ്റി ആണ്, ഇവിടെ കാണിക്കണം. അത് കൊടുക്കുന്നു ഇവിടെ. സി, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. അത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇവിടെ എഴുതി. അതിന് നേരെ എഴുതി എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇത് യഥാർത്ഥത്തിൽ എഴുതേണ്ടത് എന്താ? എസ്റ്റിമേറ്റഡ് ബാലൻസ് ഓഫ് അസറ്റ്സ് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നാണ്, അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സിനും കൊടുത്തു കഴിഞ്ഞു. ഇനി ആർക്കൊക്കെയാണ് ഉള്ളത്? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും ക്യാപിറ്റലിനും ഉള്ളത്. പക്ഷെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷമുള്ള സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി. ചിലപ്പോൾ ഇത്രയും മുഴുവൻ കൊടുക്കാൻ നമുക്ക് ഉണ്ടാവില്ല. പ്രോബ്ലം ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴത്തന്നെ നമ്മൾ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഈ വാക്കിൻ്റെ ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഈ തുകയാണെന്ന്. ഇനി ആർക്കാണ് കൊടുക്കണ്ടേ? അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുള്ള തുക ഇവിടെ എഴുതുക, അത് ഇവിടെ എഴുതി കുറയ്ക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന ഈ റൈറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിലാണ്. അത് കുറച്ചു, ബാക്കി എന്താണ്? എസ്റ്റിമേറ്റഡ് സർപ്ലസ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തിട്ട് ബാക്കി എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തിട്ട് ബാക്കിയുള്ള തുക ഇത്രയാണ്. ഇനി എന്ത് വേണം? ഇനി
issued and paid up capital ആദ്യം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൊടുക്കണം ആസ് പെർ ലിസ്റ്റ് എഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൊടുത്തു. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആസ് പെർ ലിസ്റ്റ് ജി കൊടുത്തു. ബാക്കി എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് മെമ്പേഴ്സ് ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഐ ഹോപ്പ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന്. നിങ്ങൾ 1-2 വട്ടം മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 വട്ടം ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. കൂടാതെ ഒരു പിന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഇത് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദിസ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിന് കൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട മറ്റൊരു അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ ചുമ്മാ തിയറി എഴുതി വെച്ചതുള്ളൂ. ലിസ്റ്റ് ടു ബി അറ്റാച്ച് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മളിപ്പോൾ കുറേ ലിസ്റ്റ് കണ്ടില്ലേ. ലിസ്റ്റ് എ എന്താണ്? അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആണ്, അതാണ് ഇവിടെ. ലിസ്റ്റ് ബി എന്താണ്? List B gives the list of assets which are specifically pledged in favor of secured creditors. List C, preferential creditors. List D, debenture holders and other creditors having a floating charge. List E contains names, addresses and occupations of unsecured creditors and amount due. List F, preference shareholders. List E, equity shareholders. List H ശ്രദ്ധിക്കുക, shows how deficiency or surplus in the statement of affairs has been arrived at. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ അവസാനത്തെ ഫിഗർ നോക്കിയേ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിലുള്ള ഫിഗർ എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി ആസ് റിഗാർഡ്സ് മെമ്പേഴ്സ് ആണ്. അതായത് ശ്രദ്ധിക്കുക, നമ്മൾ പിന്നെ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ ചെയ്തത്? അസറ്റ്സ് നോട്ട് സ്പെഷ്യലി പ്ലെഡ്ജ്ഡ് ആദ്യം എഴുതി വെച്ചു, എൻ്റെ എമൗണ്ട് എല്ലാം എഴുതി വെച്ചു. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ആണ്, ബുക്ക് വാല്യൂ അല്ല. എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എഴുതി വെച്ചു. പിന്നെ ലിസ്റ്റ് ബിയിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സെക്യൂരിറ്റിയെ ഓഫർ ചെയ്ത അസറ്റ്സിൻ്റെ വിവരങ്ങൾ എഴുതി വെച്ചു. എന്നിട്ട് അതിൽ എന്തെങ്കിലും സർപ്ലസ് കിട്ടാനുണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലെ കോളത്തിലേക്ക് എഴുതി വെച്ചു, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ അത് കൂട്ടിയപ്പോൾ നമുക്ക് എന്തായി? ഇവർക്കെല്ലാവർക്കും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് തീർന്നു, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനും അതേപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ കൊടുക്കാനുള്ള മൊത്തം അസറ്റ്സ് അവിടെയായി. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണിച്ചു. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 3 കോളമായി മാറി. ലെഫ്റ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളം ഫോർ റെക്കോർഡിംഗ് ഗ്രോസ് ലയബിലിറ്റീസ് എഴുതി. അതിൽ ആദ്യത്തെ എമൗണ്ട് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ക്ലെയിംസ് ആർ സെറ്റിൽ. അത് ആ കോളത്തിൽ മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിലെ കോളത്തിൽ ഇല്ല. കാരണം അത് ഓൾറെഡി പെയ്ഡ് ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കാനുള്ളത് മാത്രമേ എഴുതുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ ഗ്രോസ് ലയബിലിറ്റീസ് മൊത്തം എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ലെഫ്റ്റ് സൈഡിൽ മാത്രം എഴുതി വയ്ക്കുക. പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ട് ലെഫ്റ്റിലും റൈറ്റിലും വേണം കൊടുത്തു. അതിനുശേഷം ഉള്ള ബാലൻസ് നമ്മൾ കണ്ടെത്തി. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ലെഫ്റ്റിലും റൈറ്റിലും എഴുതി. ലെഫ്റ്റിൽ എഴുതുന്നത് ലയബിലിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ, റൈറ്റിൽ എഴുതുന്നത് ശരിക്കും കൊടുക്കുന്നത്. അതിനുശേഷം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തു. അതിനുശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് വന്ന ഫിഗറാണ് എസ്റ്റിമേറ്റഡ് സർപ്ലസ് ബാർ ഡെഫിഷ്യൻസി എന്നത്. ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് നമുക്ക് കിട്ടി, ആൻസർ കിട്ടി. ഇതാണ് ലിസ്റ്റ് എച്ച് എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. അതായത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം, ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, രണ്ടാമത്തെ ഡെഫിഷ്യൻസി ബാർ സർപ്ലസ് സ്റ്റേറ്റ്മെൻറ്റ്. ഡെഫിഷ്യൻസി ബാർ സർപ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് അത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ എമൗണ്ടിലെ ലാസ്റ്റ് എമൗണ്ട് അത് എങ്ങനെ വന്നു ഇതിൽ കാണിച്ച പോലെയല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ വന്ന പോലെയല്ല, മറ്റൊരു രീതിയിൽ ആ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് വിശദമാക്കുന്ന ഒരു അക്കൗണ്ടാണ് ഡെഫിഷ്യൻസി ബാർ സർപ്ലസ് അക്കൗണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. വൺ മോർ സ്റ്റേറ്റ്മെൻറ്റ് കോൾ ഡെഫിഷ്യൻസി ഓഫ് സർപ്ലസ്. ഒന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഡെഫിഷ്യൻസിയാണ് കിട്ടിയതെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ പേര് ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്നായിരിക്കും. അല്ല സർപ്ലസാണ് കിട്ടുന്നതെങ്കിൽ സർപ്ലസ്. നമ്മളിപ്പോൾ പൊതുവേ പറയുമ്പോൾ ഡെഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് is also attached to the statement of affairs. It is prepared to prove the deficiency of surplus shown by the statement of affairs. അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ കാണിച്ചിരിക്കുന്ന ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് എങ്ങനെ വന്നു എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ഫോർ ദ സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി. അതിൽ നമുക്ക് നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന്. ഇങ്ങനെ കൊടുക്കുക, ലിസ്റ്റ് എച്ച് ഡെഫിഷ്യൻസി സർപ്ലസ് അക്കൗണ്ട്. ഇവൻ ദോ ഇറ്റ് ഈസ് കോൾഡ് അക്കൗണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷെ പറയുന്നത് ഡെഫിഷ്യൻസി സർപ്ലസ് അക്കൗണ്ട് എന്നാണ്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഐറ്റംസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെഫിഷ്യൻസി ഓർ റെഡ്യൂസിങ് സർപ്ലസ്. ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഡെഫിഷ്യൻസി അക്കൗണ്ട് അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട് എന്നാണ്. തിയറി പറയുമ്പോൾ നമുക്ക് രണ്ടുകൂടെ പറയാൻ പറ്റുള്ളൂ.
ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഡെഫിഷ്യൻസി ആണോ സർപ്ലസ് ആണോ എന്ന്. അതുകൊണ്ട് ഈ ഐറ്റംസ് ഒന്നുകിൽ ഐറ്റംസ് കോൺട്രിബ്യൂട്ടിങ് ടു ഡെഫിഷ്യൻസി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഐറ്റംസ് റെഡ്യൂസിങ് സർപ്ലസ്, രണ്ടിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ പോർഷനിൽ വരുന്ന ഡെഫിഷ്യൻസി കുറയ്ക്കാൻ കാരണമായ ഡെഫിഷ്യൻസിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത, സപ്പോസ് ഇത് ഡെഫിഷ്യൻസി ആവുന്നതെങ്കിൽ ആ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ കാരണമായത് എന്താണ്, അല്ലെങ്കിൽ സർപ്ലസ് കുറയാൻ, രണ്ടും ഒരേ മീനിങ് ആണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുക. ഡെഫിഷ്യൻസി കൂട്ടുക എന്ന് പറയുന്നത്, ഐറ്റംസ് കോൺട്രിബ്യൂട്ടിങ് ടു ഡെഫിഷ്യൻസി, ഇല്ലായ്മ കൂട്ടുന്നു എന്ന് പറയുന്നതും ഉള്ളത് കുറയുക, സർപ്ലസ് കുറയുക എന്ന് പറഞ്ഞാൽ ഒരേ കാരണമല്ലേ ആണ്. ആലോചിച്ച് നോക്കുക, ഡെഫിഷ്യൻസി കൂടുന്നതും സർപ്ലസ് കുറയുന്നതും ഒരുപോലെയാണ്, ഒരേ അർത്ഥത്തിലാണ്. അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ വന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇഫ് എനി ഗിവൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ലൈബിലിറ്റി സൈഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് പറഞ്ഞാൽ എന്താണ്? അത് റിസർവ് ആണ്, നമുക്കുള്ള തുകയാണ്. അതേസമയം അസറ്റ് സൈഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാലോ അക്യുമുലേറ്റഡ് ലോസസ് ആണ്. ഈ ബിസിനസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായ നഷ്ടം കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അത് വന്നാൽ എന്താ സംഭവിക്കുക? ഡെഫിഷ്യൻസി കൂടും അല്ലേ? നഷ്ടം ഉണ്ടായ ഡെഫിഷ്യൻസി കൂടും, അല്ലെങ്കിൽ സർപ്ലസ് കുറയാൻ കാരണമാണ്. അതാണ് ആദ്യത്തെ എമൗണ്ട്. ദെൻ ഡിവിഡൻസ് ഡിക്ലയർഡ് ഡ്യൂറിങ് ദ പാസ്റ്റ് പീരീഡ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഡിവിഡൻഡ് കൊടുത്തെങ്കിൽ നമ്മുടെ എമൗണ്ട് കുറയല്ലേ ചെയ്യുക, മീൻസ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കുറയല്ലേ ചെയ്യുക. അതായത് ഡെഫിഷ്യൻസി കൂട്ടും, സർപ്ലസ് കുറയ്ക്കും. നെറ്റ് ലോസ് ഫോർ ദ കറൻറ്റ് പീരീഡ്, ഈ വർഷം ഉണ്ടായ നഷ്ടം അതും അത് തന്നെ ചെയ്യും. എസ്റ്റിമേറ്റഡ് ലോസസ് നൗ റിട്ടൺ ഓഫ് ഓർ ഫോർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ്. ഈ ഒരു നാലാമത്തെ കാര്യമാണ് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമായത്. ആദ്യത്തെ മൂന്നെണ്ണം അങ്ങനെ കാണത്തില്ല, മിക്കവാറും ക്വസ്റ്റ്യൻ ആദ്യത്തെ മൂന്നെണ്ണം കാണത്തില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം. നാലാമത്തെ കാര്യമാണ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ആവശ്യം വരും. എസ്റ്റിമേറ്റഡ് ലോസസ് നൗ റിട്ടൺ ഓഫ് ഓർ ഫോർ വിച്ച് പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അസറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത സമയത്ത് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത് എന്താ? എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ആണ്, ബുക്ക് വാല്യൂ അല്ല. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ അല്ല, മറിച്ച് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ് എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അസറ്റ് വിറ്റ് എത്ര കിട്ടും, അല്ലാതെ എഴുതി വെച്ചിരിക്കുന്ന ഫിഗർ അല്ല. സപ്പോസ് ബിൽഡിങ് 10 ലക്ഷം നമ്മൾ ഇപ്പോൾ ഈ 10 ലക്ഷം പറയാൻ എളുപ്പത്തിലാണ്. ബിൽഡിങ്ങിന് 10 ലക്ഷം നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതി വെച്ചു, പക്ഷെ ഇത് വിറ്റപ്പോൾ എത്ര കിട്ടിയുള്ളൂ? 8 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. നമുക്ക് നഷ്ടം സംഭവിച്ചോ? എത്ര? 2 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു. അപ്പോൾ അത് ഡെഫിഷ്യൻസി കൂട്ടാൻ കാരണമായില്ലേ, അല്ലെങ്കിൽ സർപ്ലസ് കുറയാൻ കാരണമായില്ലേ? അതായത് അസറ്റ്സ് റിയലൈസ് വരുന്ന സമയത്തുള്ള നഷ്ടമൊക്കെ അതെന്തായാലും വരും. അത് ഈ നാലാമത്തെ കേസിൽ കാണിക്കുക. ദെൻ അതർ ഐറ്റംസ്, മറ്റെന്തെങ്കിലും ഐറ്റംസ് ഡെഫിഷ്യൻസി കൂട്ടാൻ കാരണമായ, സർപ്ലസ് കുറയ്ക്കാൻ കാരണമായ കാര്യങ്ങളാണ്. ചിലപ്പോൾ ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്, എമൗണ്ടിൽ ശ്രദ്ധിക്കുക. അത് കൂട്ടിയിട്ട് നമ്മളിവിടെ എഴുതി. അപ്പോൾ ഇവിടെ കിട്ടിയ എന്താ? ഡെഫിഷ്യൻസിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സർപ്ലസ് കുറയ്ക്കാൻ കാരണമായ 5 കാരണങ്ങൾ നമ്മൾ എഴുതി. ഇനി അടുത്ത പോർഷനിലേക്ക് പോവുക. ഡെഫിഷ്യൻസി കുറയ്ക്കുന്ന, സർപ്ലസ് കൂട്ടുന്ന, നേരെ ഓപ്പോസിറ്റ്. ഡെഫിഷ്യൻസി കുറയ്ക്കുന്ന, സർപ്ലസ് കൂട്ടുന്ന. അതെന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലെ റിസർവ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കിട്ടുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഇഫക്റ്റ്? ഒന്നെങ്കിൽ ഡെഫിഷ്യൻസി കുറയും, അല്ലെങ്കിൽ സർപ്ലസ് കൂടും. അതിവിടെ എഴുതി വെച്ചു. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ കറന്റ് ഇയർ, ഈ വർഷം ലാഭം ഉണ്ടെങ്കിൽ ഡെഫിഷ്യൻസി കുറയും, സർപ്ലസ് കൂടും. 3 അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ഓർ കോൺട്രിബ്യൂട്ടിങ് ടു സർപ്ലസ്. ഇതാണ് പ്രധാനപ്പെട്ടത്, മൂന്നാമത്തെ ഐറ്റം. അതിൻ്റെ അലൈൻമെൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് അതിൻ്റെ എമൗണ്ട്. അതർ ഐറ്റംസ് റെഡ്യൂസിങ് ഡെഫിഷ്യൻസി ഓർ കോൺട്രിബ്യൂട്ടിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ്സിൻ്റെ ഒക്കെ ഫിഗറിൽ വരുന്ന വ്യത്യാസമില്ലേ? അപ്പോൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ, നമ്മൾ ബുക്ക് വാല്യൂ ബാലൻസ് ഷീറ്റിൽ എഴുതിയ ഫിഗറിനേക്കാൾ കൂടിയ വിലയ്ക്ക് അസറ്റ് വിൽക്കാൻ സാധിച്ചെങ്കിലോ ലാഭമല്ലേ? അതാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി. ഇതിൻ്റെ ഡിഫറൻസ് ഈ ടോട്ടലിൻ്റെ ഡിഫറൻസ് ആണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് ആസ് ഷോൺ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫിഗർ ഇല്ലേ, ഈ ഡെഫിഷ്യൻസി ഓഫ് സർപ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് ഫിഗർ ഇല്ലേ, ഈ ഫിഗറും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് ഫിഗറും ഒന്നായിരിക്കണം. ഒന്നായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം തെറ്റാണ്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ് ഒന്നായിരിക്കണം എന്ന് പറയുന്നത്? ഈ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് എന്തിനാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ ഫിഗർ എങ്ങനെ എത്തിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതുകൊണ്ട് ആ 2 ഫിഗേഴ്സും ഒന്നായിരിക്കണം. ഇനി ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഇൻകം ടാക്സിന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, കാരണം ഇന്നും കോളേജിൽ പോകണം, മീറ്റിംഗ് ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നാളെയോ മറ്റോ
തരാം. താങ്ക് യു.